ടി കെ രാജകുമാറിൻ്റെ ചാണക്യൻ ആ കാലഘട്ടത്തിൽ നമ്മൾ അത്രയും സാങ്കേതികത, അതായത് സാങ്കേതികത സിനിമയിൽ, സാങ്കേതികത സിനിമയിൽ കണ്ടിട്ട് ഇങ്ങനെ വാ പൊളിച്ചിരിക്കുക. കമലഹാസൻ സാർ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആവുന്നു. ആ പടത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അതിലിപ്പോ പുള്ളി എക്സൈറ്റഡ് ആകുന്നു പറഞ്ഞില്ലേ, അത് മിക്കതും ഞാനൊക്കെയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോൾ കാറില്ലേ, അതെ, ഫുള്ളി ഞാനാണ് ഓപ്പറേറ്റ് ചെയ്തത്. ജസ്റ്റ് ഫ്രെയിമിൽ ഇങ്ങനെ ഡെമ്മി വെച്ച് കാണിക്കുന്നുണ്ട്, ഞാനാണ് ഓപ്പറേറ്റ് ചെയ്തത്. അത് എന്തെങ്കിലും സാങ്കേതികത ഉപയോഗിച്ചാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നത്? ഒറിജിനൽ റിമോട്ട് കൺട്രോൾ കാർ തന്നെ. ഇപ്പൊ അതിനകത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ റിമോട്ട് കൺട്രോൾ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടോയ് കാറില്ല, അത് തന്നെയാണത്. അപ്പൊ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ വീല് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് തിരിയും. അത് നമുക്ക് ഷോട്ടിന് പറ്റില്ല, കൺട്രോൾഡ് ആയിട്ട് വിടും. നമ്മൾ ഇങ്ങനെ തിരിയണം. ഇതങ്ങനെ ഒരിക്കലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടക്ക് ഇങ്ങനെ തിരിയുള്ളൂ കാറ്. നമുക്ക് ഇങ്ങനെ ഒരു അങ്ങനെ തിരിക്കലൊക്കെ പാടാം. പിന്നെ അതിന് തല ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ ബാറ്ററി വീക്കാക്കും. ബാറ്ററി വീക്കാകുമ്പോൾ ഇങ്ങനെയുള്ള വെട്ടിക്കൽ തിരിയുണ്ടാവല്ലോ, ആ ബാറ്ററി ഇങ്ങനെ വെക്കാകുമ്പോൾ ഇങ്ങനെ അതിനകത്ത് 1, 2, 3, 4 ഷോട്ടിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുക. അപ്പൊ ഒരു ബാറ്ററികള് വീക്കായ ബാറ്ററി മാറ്റി വെക്കുക. അങ്ങനെ അതിന്റെ ഒരു ബാഗിനകത്ത് നിറച്ച് അത് പറയുന്ന 6 ബാറ്ററിയെ മറ്റുമാണ് ആ വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് 6 വീക്ക് ബാറ്ററി എടുത്തിടും, എന്നാലേ അത് ഇങ്ങനെ പോവുള്ളൂ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒത്തിരി എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എഡിസിന്റെ പണിയാണല്ലേ. അതുപോലെ കമൽ സാറിന്റെ മുഖത്ത് നടി മറ്റേ ഒരു ടാമറിനെടുത്ത് എറിയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖത്ത് കൊള്ളണം. അപ്പൊ അത് ഷോട്ടിൽ പുള്ളിക്കാരത്തി എറിഞ്ഞു. ഇനി ടൈറ്റ് ഒരു ക്ലോസിൽ അത് കൊണ്ടിട്ട് ഇങ്ങനെ ഇത് കമൽഹാസൻ ഇങ്ങനെ നോക്കുന്നൊരു ഷോട്ടുണ്ട്. പുള്ളിയുടെ മുഖം അതിനകത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ആണുങ്ങൾക്ക് തന്നെ ഉമ്മ കൊടുക്കാൻ പോകും, അത്ര സുന്ദരനാണല്ലോ. എനിക്കാണെങ്കിലും ഭയങ്കര, ഞാൻ പുള്ളിയുടെ വലിയൊരു ഫാനാണ്. അപ്പൊ അത് ഈ ഷോട്ട് എടുക്കാനായിട്ട് ഇത് എല്ലാവരും കൂടെ എടുത്തിട്ട് കമൽഹാസന്റെ ക്ലോസിലല്ലേ ഇത് എറിയേണ്ടത്, കൊള്ളുകയും വേണം. കൊണ്ടില്ലെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ നെറ്റിയിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ചോര വരുന്ന, അതെ പുള്ളി തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നതും, കമൽഹാസൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ അന്ന് 3D ഇങ്ങനത്തെ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതും ആ സിനിമയിൽ ആദ്യമായിട്ട് അതാണ് ചെയ്യുന്നത്, ആ പടമാണ് ചെയ്യുന്നത്. ഈ ലാറ്റക്സ് അങ്ങനെയൊക്കെ ഉള്ള ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പടത്തിലാണ് കമൽഹാസൻ ആദ്യത്തെ സംഭവം ചാണക്യനാണ്. പുള്ളിയുടെ അവിടെ ഒക്കെ പലയിടത്തും മുറിച്ചുണ്ട്, അങ്ങനെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, അതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോട്ടിൽ ഇത് കൊള്ളുന്ന പോർഷൻ എടുക്കാനായിട്ട് ഉടനെ എല്ലാവരും ചെയ്യും, എന്ത് ചെയ്യും എല്ലാവർക്കും, രാജീവിനാണെങ്കിലും എല്ലാവർക്കും ആര് ചെയ്യും, ഇത് എറിയണ്ടേ, എറിഞ്ഞ് കൊണ്ടങ്ങാനും പോയാ. അപ്പൊ പുള്ളി തന്നെ അതിന് വന്നിട്ട് ഒരു വഴി ഉണ്ടാക്കി തന്നു. നമ്മുടെ ഈ കട്ടറിന്റെ സ്റ്റാൻഡില്ലേ, ഈ സ്റ്റാൻഡ് ഇതുപോലത്തെ അല്ല, വലിയ നമ്മുടെ സിനിമയുടെ കുറച്ചുകൂടി വലിയതാണല്ലോ, ഒരു ഇച്ചിരൂടെ നല്ല ഇതുള്ളതാണ്, ഭയങ്കര മറ്റേ വലിയ ലൈറ്റ് വെക്കുന്നതിന്റെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ക്ലോസ് ഫ്രെയിം ആണല്ലോ. അപ്പോൾ നേരെ ഒരു പുള്ളി നിർത്തിയിട്ട് ഒരു ഫ്രെയിം ആദ്യം വെച്ചു. പാടി സാറിനോട് പറഞ്ഞ ഒരു ഫ്രെയിം വെക്ക് ക്ലോസിൽ. എന്നിട്ട് കമൽഹാസന്റെ സ്ഥാനത്ത് ഒരു അദ്ദേഹത്തിന്റെ സൈസും ആ രൂപങ്ങളും ഒരു ഡ്യൂപ്പിനെ വെച്ചിട്ട് ഒരാളെ അവിടെ ഹൈറ്റ് എന്നുള്ളത് മാത്രം മതിയില്ല, ഫ്രെയിമിന്റെ വെച്ചിട്ട് ഈ കട്ടർ സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഈ ഫ്രെയിമിന്റെ ജസ്റ്റ് എഡ്ജ് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഏകദേശം ഇവിടെ ആയിട്ട് വരും. എൻ്റെ മുഖമാണ് അദ്ദേഹത്തിനെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുവെക്കും. അപ്പൊ ഈ ഫ്രെയിമില് ക്യാമറയുടെ ഫ്രെയിമിൽ ഇത് കാണില്ല, ക്ലോസ് അല്ലേ, ഇവിടെ വെച്ചു. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ ഇവിടുന്നാണ് എയർ വരേണ്ടത്. പുള്ളി അത് കാണിച്ചു തന്നു, ഇയാളോട് നിൽക്കാൻ പറഞ്ഞു, ഇതേലെറിഞ്ഞ് കൊള്ളിക്കാൻ പറഞ്ഞു. ഇതേലോട് എറിഞ്ഞ് കൊള്ളിക്കുമ്പോൾ ഇവിടെ കൊണ്ടിട്ട് ഈ സാധനം ഇങ്ങനെ പോകണം, ഫ്രണ്ടിൽ കൂടെ, മനസ്സിലാക്കണം. ഇങ്ങനെ വ്യക്തിനെ കട്ടർ സ്റ്റാൻഡേ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇത് ഇങ്ങനെ പോകണം. അപ്പൊ അത് കൊള്ളുമ്പോൾ തന്നെ, ഇവിടെ കൊള്ളുമ്പോൾ തന്നെ പുള്ളി ടൈമിങ്ങിൽ അതേ ടൈമിംഗ് ആണ്, അത് ആർട്ടിസ്റ്റിന്റെ ടൈമിംഗ് ആണ്, അത് പുള്ളി കറക്റ്റ് സിങ്ക് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. അത് ശരിയാണ്, അത് ഫ്രെയിമിൽ അത് കറക്റ്റായിരുന്നു. ഈ ഡ്യൂപ്പായിട്ട് നിന്ന ആള് ചെയ്തതിന്റെ കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. കമൽഹാസൻ വരുമ്പോൾ കറക്റ്റ് ആവും എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യപ്പെട്ടു. ഇനി ഇത് കമൽഹാസന്റെ മുഖത്ത് ചെയ്യണം, ആര് ചെയ്യും, അതാണ് എന്റെ ബുദ്ധിമുട്ട്. അത് പിന്നെ എന്റെ തലയിൽ വന്നു. ഫസ്റ്റ് ടേക്ക് എറിഞ്ഞ ഞാൻ ഇങ്ങോട്ട് പോയി, കാരണം നമ്മുടെ കൈ വിറക്കാൻ തുടങ്ങി. ധാരാളം നിൽക്കണേ, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ട് ഇതേ കൊള്ളാതെ പുല്ലിവിടെങ്ങാനും കൊണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പുള്ളിക്ക് ചിലപ്പോൾ ഇതാണ് നമ്മള്. പക്ഷെ നമുക്ക്, എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഭയങ്കര ഫാൻ ബോയ് ആണ് അദ്ദേഹത്തിന്റെ.
അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കൊള്ളാതിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ലാസ്റ്റ് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സെക്കൻഡ് ടേക്കിന് ക്ഷമ പറവില്ല പണുക നല്ല പണുക എന്നുവെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു ബോധ്യം പുള്ളിക്ക് വന്നു. എനിക്ക് കോൺഫിഡൻസ് വന്നു. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓ അടിപൊളി. ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുള്ളത് അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംഭവങ്ങളുണ്ടെന്നേ. അത് അടിപൊളി.